നമ്മൾ ഈ പോണന്റെ നടക്കുള്ള ഐലൻഡിൽ അടുത്ത 24 മണിക്കൂർ സർവൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ കുറെ കാലമായി ഗൈസ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ബി ഫൺ. ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഇത് കാണുന്ന അത്ര എളുപ്പമല്ല. ലാസ്റ്റ് മൗണ്ടൻ സർവൈവിംഗിലെ പോലെ പേടിക്കാൻ ഇവിടെ ആനയോ പന്നിയോ ഒന്നുമില്ലെങ്കിലും ഈ കാട്ടിലെ പാമ്പും വേറെ കുറെ ജീവികളും ഉണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ വേറെ ജീവികളും കേട്ടാ. ആൻഡ് ഓൾസോ കഴിഞ്ഞ വീഡിയോനെക്കാളും ഹാർഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മളെ കുറച്ചധികം സംഭവങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. രാവിലെ വരെ നമുക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് നേരം വെളുപ്പിക്കാൻ പറ്റില്ല ഗൈസ്. നമുക്കിതാ ഇത്രക്കാര്യം സംഭവങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാലേ നമ്മളെ സർവൈവൽ സക്സസ് ആയി എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. നല്ലൊരു മഴ വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ മഴയെല്ലാം വരുന്നതിന് മുന്നേ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. സോ ഞാൻ സർവൈവൽ കിറ്റിൽ ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചിട്ട് നമ്മളെ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. സിറ്റിന്റെ ഉള്ളിലായി കിടക്കുന്ന ഈ ഒരു ഐലൻഡിനെ ചുറ്റുന്ന വെള്ളത്തിന്റെ ഒരു സൈഡിൽ കുറച്ച് വീടുകളും മറ്റേ സൈഡിൽ ഒരു റെയിൽ പാളമാണുള്ളത്. ഇനി ഐലൻഡ് എന്താ ഉള്ളതെന്ന് ചോദിച്ചാല് സത്യം പറഞ്ഞാലേ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടെന്ന് തോന്നില്ല. ഇതൊരു കുഞ്ഞ് ഐലൻഡ് ആണ്. ഇവിടെ ഒരു വലിയ മരമുണ്ട്, ഇവിടെ ഒരു ഇരിക്കാനൊരു സ്ഥലമുണ്ട്, ഇപ്പുറം കുറെ ചെടിയുണ്ട്. കഴിഞ്ഞാ നോക്കാം കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് ഉണ്ട്, എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ബാക്കിയുള്ള ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി ഞാൻ കണ്ടത് ഒരു ഷെഡും കുറെ വലയും പിന്നെ കുറെ വേസ്റ്റും ആണ്. രണ്ട് സൈഡിലുമായിട്ട് പ്ലാസ്റ്റിക്കും തെർമാക്കോളും ആയിട്ട് ഒരു ലോഡ് വേസ്റ്റ്. എങ്ങനെയാണ് ഇത്ര കാര്യം കാട്ടം വന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. നമ്മള് അബാൻഡൻഡ് ഐലൻഡിൽ വരണം എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ സത്യം പറയാലോ ഒരു വേസ്റ്റ് ഐലൻഡ് പോലെ ഉണ്ട്. ഇതിലിവിടെ നമ്മളെ ക്യാമ്പ് സെറ്റ് ചെയ്യലും പരിപാടിയെല്ലാം കുറച്ച് ടാസ്ക് ആയിരിക്കും തോന്നുന്നു. ഈ ഒരു ഐലൻഡിൽ ക്യാമ്പ് സെറ്റ് ചെയ്യാനുള്ള സ്ഥലവും തപ്പിട്ട് ഞാൻ കുറച്ചധികം നേരം അലഞ്ഞു. നോക്കുന്നിടത്തൊക്കെ വേസ്റ്റും മരക്കഷ്ണങ്ങളും ഈവൻ കുപ്പിച്ചില്ല് വരെ ഉണ്ടായിന്. ബട്ട് ഫൈനലി നമുക്ക് ക്യാമ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു. സോ ഗൈസ് നമ്മളെ ക്യാമ്പ് സൈറ്റ് അങ്ങനെ കണ്ടുകിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഉള്ളതിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ഇവിടെ ഒരു ടെന്റ് വരും. ഇവിടെ ആയിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ പോലെ സെറ്റ് ചെയ്യാം. വേറെ എന്ത് ചെയ്യാൻ ഇവിടെ ബുർജ് ഖലീഫ ഒന്നും പണിയാൻ പറ്റില്ലല്ലോ. അത് രണ്ടും തന്നെ ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കിട്ട്. എന്തായാലും നമുക്ക് ആ ഷെൽട്ടറും ക്യാമ്പ് ഫയർ എല്ലാം രാത്രി ആകുമ്പോഴത്തേക്കും മതി. ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന മുമ്പേ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് നമ്മളെ സർവൈവൽ കിറ്റ് കാണിച്ചു. ഇതൊക്കെയാണ് നമ്മളെ സർവൈവൽ കിറ്റ്. ഈ ഒരു ബാഗ് ഉണ്ട്, ബാഗില് സലോട്ട് എന്താ യൂസ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, ഒരു വാക്കത്തി, പിന്നെ നമുക്കൊരു പാത്രം, ഒരു സ്പൂണ്, ഒരു ടെന്റ്, ഒരു തോർത്ത്, ചായപ്പൊടി, പഞ്ചസാര, ലേശം ഉപ്പ്, വാട്ടർ ബോട്ടിൽ, ഒരു ബ്രെഡ്. ഇത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത 24 മണിക്കൂർ ഇവിടെ സർവൈവ് ചെയ്യാൻ. ഇതെല്ലാം വെച്ചിട്ട് ഇവിടെ സർവൈവ് ചെയ്യല് വലിയ പാടൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഈ ടാസ്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു ഐലൻഡിൽ കുറച്ച് അത്യാവശ്യം പാടായിരിക്കും ഗൈസ്. എസ്പെഷ്യലി ക്യാമ്പ് ഫയർ ഉണ്ടാക്കല്. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെല്ലാം മൊത്തം മഴയാണ്. ഈ കൊമ്പെല്ലാം ചെത്തി എടുക്കുകയാണെങ്കിൽ തന്നെ എല്ലാം പച്ചയായിരിക്കും, എല്ലാം നന്നതുമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഉണങ്ങിയ വിറകോ സംഭവം കത്തിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനമോ എടുത്തുകൊണ്ട് വരലാണ്. ഉണങ്ങിയ മരക്കൊമ്പോ വിറകോ കണ്ടുപിടിക്കല് അത്ര എളുപ്പമല്ല ഗൈസ്. ഈ ഒരു ഐലൻഡിൽ ഏതെങ്കിലും മരത്തിൽ തൊടുമ്പോൾ പോലും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. കാരണം ഈ മരം ഭയങ്കര ഡേഞ്ചർ ആണ് ഗൈസ്. ഇതിന്റെ നീര് ഒരു തുള്ളി നമ്മൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൺ ദ സ്പോട്ട് ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ലെങ്കിൽ അപ്പം തന്നെ നമ്മളെ കാര്യം തീരും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മിസ്റ്റർ ബീസിന്റെ വീഡിയോയിൽ ഓൻ അങ്ങനെയല്ല പറയല്. ഇപ്പം ഞാനും ഇവിടെ എന്തെങ്കിലും പറയണേന്ന് വെച്ച് പറഞ്ഞാൽ ഈ മരം എന്ത് വരാന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ആ ഒരു ഉണങ്ങിയ ചളി ഒടിച്ചിട്ട് ഞാൻ ലേശം ഉണങ്ങിയ വിറക് വെറുക്കാൻ വേണ്ടി പോയി. പക്ഷെ അന്നേരമാണ് ഗൈസ് ഇത് സംഭവിച്ചത്. എല്ലാം പച്ചയാണടാ, ഇതെല്ലാം ഒടിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാം ഇത് ഇവിടെ ലേശം ഉണങ്ങിയ പോലെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതൊന്നും കത്തൊന്നും. എല്ലാം പച്ചയാളാ, ഇത് ഉണങ്ങിയതാ. താഴെ കാറ്റെടുത്ത് മൂടടിച്ച് വീണാൽ ഇപ്പൊ ആ കല്ലിൽ ഈരല്ലേ. എന്തായാലും ഒരു ഉണങ്ങിയ കഷ്ണം കിട്ടി. ഈ മരത്തുനിന്ന് വേറെ ഒരു ഉണങ്ങിയ കമ്പ് പോലും കിട്ടിയിട്ടില്ല. പക്ഷെ നിലത്ത് കുറെ ചുള്ളിക്കമ്പുകൾ ഉണ്ടായിന്. നല്ല ഉണങ്ങിയതൊന്നും അല്ലെങ്കിലും കത്തിക്കാൻ വേണ്ടി ആ ഐലൻഡിൽ നിന്ന് കിട്ടാന്ന് വെച്ച് ബെസ്റ്റ് ഓപ്ഷൻസ് അതൊക്കെയായിരുന്നു. സോ അവിടെ നിന്ന് ഇവിടെ നിന്നല്ലായിട്ട് കിട്ടിയതെല്ലാം കൊണ്ട് ഞാൻ നമ്മളെ ബേസ് ക്യാമ്പിലിട്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ലോഡ് വിറകായി കേട്ടാ. ആക്ച്വലി ഞാൻ ഇത്ര പോലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ക്യാമ്പ് ഫയറിന്റെ കാര്യം തന്നെ ഒഴിവാക്കേണ്ടി വരുന്ന ഞാൻ വിചാരിച്ച ആദ്യം. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് വിറക് കിട്ടീന്. അവിടെ ഇനി 2-3 കഷ്ണങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ആ തളർന്നു വെള്ളം കുടിക്കട്ടെ. നമ്മൾ ഈ ഒരു ഐലൻഡിലേക്ക് എത്തിയപ്പോൾ മഴക്കാർ നല്ലോണം ഉണ്ടായിരുന്നെങ്കിലും പണിയെടുക്കാൻ തുടങ്ങിയപ്പം നല്ല വെയിലായി. ലേശം വെള്ളം കുടിച്ചിട്ട് ഞാൻ പിന്നെയും ആ ഐലൻഡ് മൊത്തം പരുതി കിട്ടാവുന്ന അത്രയും ഉണങ്ങിയ ചുള്ളിക്കമ്പെല്ലാം എടുത്തിട്ട് നമ്മളെ ബേസ് ക്യാമ്പിൽ കൊണ്ടിട്ട് എന്നിട്ട് ലേശം റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞ് വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് ഈ ഐലൻഡ് നമുക്ക് അടുത്ത പണി തരുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുക്കാൻ വന്നതാണ്. ഫുള്ള് ഉറുമ്പായി നമ്മളെ ബ്രെഡിലല്ലോ. ഇതാ പോകുന്ന ഉറുമ്പല്ലോ.
പാണ്ടാരടങ്ങാൻ വിശന്ന് പാണ്ടാരടങ്ങിയിരിക്കും. ഇനി ഉറുമ്പിനല്ല എപ്പോൾ കളയാനാണോ എന്തോ. മണ്ടത്തരായപ്പോ ശ്രദ്ധിച്ചില്ല. നമ്മൾ വിറക് വെറുക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്കല്ല ഇത് പുറത്ത് വെച്ച ഉറുമ്പ് കയറൂലെന്നാണ് വിചാരിച്ചത്. എങ്ങനെ കയറിയാടാ അതിൻ്റെ ഉള്ളിൽ? സർവൈവിങ്ങിന് വന്നിട്ട് സർവൈവ് നമ്മൾ കേപ്പബിൾ അല്ലാന്ന് തിരിയുന്നൊരു സിറ്റുവേഷനാണിത്. എന്തായാലും ഓരോ ബ്രെഡ് എടുത്തിട്ട് ഓരോ ഉറുമ്പിനെ കളയേണ്ടി വരും. ജാമിൻ്റെ അവസ്ഥ എന്താണോ എന്തോ. ജാമിൽ കയറിയിട്ടില്ല. ഉറുമ്പ് ഒരു മണ്ടറാണ് ഗൈസ്. എന്നെക്കാട്ടിയും വലിയ മണ്ടറാണ് ഉറുമ്പ്. ഇത്രയും മധുരമുള്ള സാധനം ഉണ്ടായിട്ട് അതിൽ കയറാണ്ട് ഓൻ കയറിയത് ഒരു ടേസ്റ്റ് ഇല്ലാത്ത ബ്രെഡിൽ. ഒരിന്നെ വെയിലത്ത് കുറച്ച് വിറക് വെറുക്കി ഉണ്ടാകുന്ന തോന്നുന്നു. ഭയങ്കര വിശപ്പ് ക്ഷീണം ഉണ്ടായിന്. അതുകൊണ്ട് ഉറുമ്പ് കയറിയാതൊന്നും മൈൻഡാക്കിയില്ല ഗൈസ്. ഞാൻ ഒരു 4-5 ബ്രെഡ് അങ്ങ് ചാമ്പി. ആ തണലത്തിരുന്ന് കാറ്റും കൊണ്ട് ബ്രെഡ് തിന്നപ്പോഴാണ് ഈ ഐലൻഡിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ ബ്രെഡെല്ലാം തിന്ന് ഉറുമ്പ് കയറിയതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നല്ല വിശപ്പുള്ളുണ്ട്, വിശപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല വെയിലായി കേട്ടോ. നേരത്തെ വന്ന് ആ മഴക്കാറിൽ എവിടെ പോയോ എന്തോ. നല്ല വെയിലായതുകൊണ്ട് കാര്യമായിട്ട് ചെയ്യാനൊന്നും ഇല്ല. എപ്പോഴും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാനാണ് പതിവ്. ബട്ട് നിങ്ങൾ ഈ ഒരു ഐലൻഡ് ശ്രദ്ധിച്ചിട്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഉറങ്ങാൻ പോയിട്ടൊന്നും മര്യാദക്ക് ഇരിക്കാനുള്ള സിറ്റുവേഷൻ പോലും താഴെ നോക്കിയതാ. എങ്ങനെയാണ് ഇവിടെയെല്ലാം സർവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മൾ തിരഞ്ഞെടുത്ത ഐലൻഡ് ഭയങ്കര അബദ്ധമായി പോയി ഗൈസ്. പക്ഷെ വന്നുപോയ സ്ഥിതിക്ക് സർവൈവ് ചെയ്യാണ്ട് വേറെ നിവർത്തിയില്ല. ഇവിടെയാണെങ്കിൽ ഇരിക്കാൻ അല്ലെങ്കിൽ സമാധാനം കിട്ടുന്ന കുറച്ച് സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെയാണ്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ എത്ര നേരം ഇരിക്കാൻ പറ്റുന്ന അറിയില്ല. ആകെ ഒരു വടിക്കഷ്ണമുള്ളത്. ചന്തയെല്ലാം തെരിച്ചിട്ട് എന്തെല്ലെങ്കിലും ആയിപ്പോ. ഉറങ്ങി ഇതിൻ്റെ ഉള്ളിലേറ്റം വീണിനെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് 1 മില്യൺ ആക്കുക. മേലോട്ട് നോക്കി കിടക്കാൻ പറ്റത്തില്ല. സൂര്യൻ കണ്ണിലടിക്കുന്നത് പാണ്ടാരടങ്ങാൻ. ഈ ഐലൻഡ് നമ്മളെ തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നി. എങ്ങനെ നോക്കിയാലും നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ആണ്. പക്ഷെ 24 hours സർവൈവ് ചെയ്യാന്നുള്ള ആ ഒരു ചലഞ്ച് മൈൻഡിൽ വെച്ചിട്ട് ഞാൻ ആ ഒരു മരക്കൊമ്പിൽ തിരിഞ്ഞും പറഞ്ഞും ഇരിക്കുകയും കിടക്കുകയും എല്ലാം ചെയ്ത് റിലാക്സ് ചെയ്യാൻ നോക്കി. പാണ്ടാരടങ്ങാൻ ഗൈസ്. നമ്മൾ മലൻ്റെ മേലെ സർവൈവ് ചെയ്തപ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കുന്തവും ചെയ്യാനല്ലാണ്ട് അവിടെ ഇരിക്കാൻ പോലും മര്യാദ ഒരു സ്ഥലമില്ല. എങ്ങനെയാണ് ഇത്ര നേരം സമയം കളയുന്ന അറിയില്ല. പക്ഷെ ഇപ്പം നമുക്ക് വൈകുന്നേരമായി. രാവിലെ പോയ മഴ തിരിച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത്ര നല്ല വെയിലേനു. നമുക്കാണെങ്കിൽ ഇഷ്ടംപോലെ ടാസ്ക് ഉണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. ഷെൽട്ടർ കിട്ടണം, കുക്ക് ചെയ്യണം, പിന്നെ നമുക്ക് ഗൈസ് ഷവർ ചെയ്യാനുണ്ട്. സത്യം പറയാലോ, അതിനാ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ നല്ലൊരു വൃത്തിയുള്ള ഒരു സ്ഥലമൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു പുഴയിൽ നമ്മൾ എങ്ങനെ ഇറങ്ങിയിട്ട് കുളിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് അഥവാ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമീബി അടിച്ചിട്ടായിട്ട് ഞാൻ ചാവും. ഹെൽത്ത് ഈസ് വെൽത്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ട് തൽക്കാലം ആ ടാസ്കിൽ ഞാൻ ഫെയിലായിരിക്കുകയാണ്. എനിക്ക് നീന്തല്ല അറിയാം, എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ അമീബ അടിച്ച് ചാവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ബാക്കി എല്ലാ ടാസ്കും നമുക്ക് എങ്ങനെയും കംപ്ലീറ്റ് ആക്കണം. അടുത്തത് മീൻ പിടിക്കലാണ്. സെറ്റാക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ മീൻ പിടിച്ചിട്ടില്ലാത്ത ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ കയറി ഫിഷിംഗ് ഫ്രീക്സിന്റെ വീഡിയോ കണ്ട് ചൂണ്ട എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചോണ്ട് നിൽക്കുമുണ്ടടാ ഐലൻഡ് വീണ്ടും നമുക്കൊരു പണി തന്ന്. നമ്മളെ മീൻ പിടിക്കൽ ക്യാൻസൽ. മഴ പെയ്ത് നമ്മൾ ഷെൽട്ടർ കിട്ടിയിട്ടില്ല. പണി മൊത്തത്തിൽ പാളി. ആടെ ചെറിയൊരു ഷെഡ് പോലെ നമുക്ക് ആടെ എങ്ങനെയെങ്കിലും നിൽക്കാൻ പറ്റുമോ നോക്കാം. എല്ലാം എടുക്കടാ, വാടാ, ഓടിക്കോടാ, ഓടിക്കോടാ, ഓടാനൊക്കെ. ആ മഴ കൊണ്ട് നമ്മളും കയ്യിലുള്ള ക്യാമറയും എക്യുപ്മെന്റ്സ് ഒന്നും നനയണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ നേരെയുള്ളതെല്ലാം കെട്ടിപ്പെറുക്കി ആ ഷെഡിന്റെ അടിയിൽ പോയി നിന്ന് മഴ കൊള്ളാണ്ട് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് സമാധാനിക്കുന്ന സമയത്താണ് ഗൈസ് ശരിക്കും നമുക്ക് പണിയെന്താന്ന് മനസ്സിലാവുന്നത്. വിറകെല്ലാം നനഞ്ഞോളാ, മഴ പെയ്തു എല്ലാം വെള്ളത്തിലായെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഗൈസ് സർവൈവൽ കിറ്റിൽ ഞാൻ എന്തിനെന്നറിയാണ്ട് കൊണ്ടുവന്ന് കുറച്ച് പ്ലാസ്റ്റിക് കവർ ഇട്ടത്. അതും പിടിച്ചൊരു ഒറ്റ ഓട്ടായിരുന്നു നമ്മളെ വിറകിൻ്റെ അടുത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ്. മൊത്തത്തിൽ ഊമ്പി ഗൈസ്. ഈവൻ തോ നമ്മളെ ഫയർവുഡ് എല്ലാം നനനെങ്കിലും ഞാൻ എല്ലാം പ്ലാസ്റ്റിക് കവർ കൊണ്ടൊന്ന് കവർ ചെയ്ത് ഇനി മഴ പെയ്തിനെങ്കിലും നനയാണ്ടിരിക്കാൻ വേണ്ടി. ഫുഡ് ഉണ്ടാക്കൽ ടാസ്ക് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല, മിക്കവാറും അതും ഫീൽ. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഫീലിംഗ് എക്സ്ട്രീംലി സാഡ് ആൻഡ് ഡിസപ്പോയിന്റഡ് ഗൈസ്. ഞാൻ വീണ്ടും ഒരു അന്തവും കുന്തോ അറിയാണ്ട് മീൻ പിടിക്കൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോയി. ചൂണ്ട എങ്ങനെ കിട്ടൂടാ? ഇങ്ങനെയെല്ലാം തന്നെ ഓളി. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ലേശം സമയം ലാഭിച്ചു തരാം. പഠിച്ചാണെങ്കിൽ 18 നോക്കി ഒരു അരമണിക്കൂർ വേസ്റ്റ് ആക്കിയിട്ട് എനിക്ക് ആ ഒരു ചൂണ്ട കെട്ടാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അവസാനം നമ്മളെ ക്യാമറമാൻ കം എഡിറ്റർ എന്നോട് വന്നിട്ട് എന്തെല്ലോ കാണിച്ച് എങ്ങനെയോ ചൂണ്ട കെട്ടി.
ചൂണ്ട നമ്മൾ യൂട്യൂബ് വീഡിയോ എല്ലാം കണ്ട് എങ്ങനെയോ ഇത് സംഭവമാക്കി. ഇനി ഫിഷിംഗ് ബ്രീക്സിന്റെ വീഡിയോയില് ഒരു വടിയും കൊടുത്തു. ഫിഷിംഗ് റോഡൊന്നും എന്തായാലും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ നമ്മൾ ടെന്റിൽ ഒരു വടിയുണ്ട് ഗൈസ്. അതിനാണെങ്കിൽ ഭയങ്കര നീട്ടുമാണ്. സോ ഞാൻ അതുപോയി എടുത്തിട്ട് വന്ന് നിവർത്തി അതിൽ നമ്മളെ ഞങ്കീസ് കിട്ടി. നമ്മളെ ചൂണ്ടയെല്ലാം സെറ്റായി. മീൻ വരെ സർപ്രൈസ് ആയി പോവും. അത് അങ്ങനത്തെ ഒരു ചൂണ്ടയിടല. അതിന് ഒരു മീനൊന്ന് കൊത്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആവും. പക്ഷേ അൾട്ടിമേറ്റ് ഈസ് പിടിക്കൽ. ഇതുവരെ അറിഞ്ഞിട്ടില്ല. മൈ ഫസ്റ്റ് കാസ്റ്റിംഗ്. നമ്മളുടെ നോയിക്കോളാം. എടാ ഇതേടി വരുന്നത്. എടാ അതാണ് നമ്മളെ ജുഗാഡ് റോഡ് ഒടിഞ്ഞു പോയി കേട്ടാ. മീൻ കൊത്തുന്നു നോക്കിപ്പോ. നീ അടിച്ചെന്ന് നോക്കട്ടെ. കിട്ടി. അല്ല ആ ചൂണ്ടയിൽ അതിൽ ഉണ്ടോ നോക്കട്ടെ. ആ ഉണ്ട്. ഒന്നും കൂടെ അറിയാന്ന് പറ്റി ഞാനൊരു 150 പ്രാവശ്യം പറഞ്ഞു ഗൈസ്. ഓരോ തവണ അറിയുമ്പോൾ ചൂണ്ട എവിടെയെങ്കിലും കൊടുക്കും, എര തെറിച്ചു, വടിയോടിയും ഇങ്ങനെ എന്തെങ്കിലും നടക്കുന്നതല്ലാണ്ട് മര്യാദക്കുള്ള ഒരു കാസ്റ്റിംഗ് പോലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഫൈനലി ആ വടിയിലെടുത്ത് ചാടിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചൂണ്ട എറിയാൻ തുടങ്ങി. നമ്മള് ഫസ്റ്റ് സ്ട്രൈക്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പം അടിക്കും സ്ട്രൈക്ക്. എന്നാലും അങ്ങോട്ട് വലിക്കുന്നൊന്നുമില്ല, വെറുതെ ഒന്ന് വലിച്ചു നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മീൻ കിട്ടും. അങ്ങനെ വീഡിയോയിലെല്ലാം കണ്ട് എന്തോ എവിടെയോ തട്ടി. എന്തായാലും ഒന്നേ മീനല്ലെങ്കിൽ കല്ല്. ആ കുടുങ്ങി അവിടെ. എന്നാലും നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പഠിച്ച് മീനെ കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്തേൽ നമുക്ക് മീനെ കിട്ടും കേട്ടോ. ആ ശുഭപ്രതീക്ഷയിൽ ഞാൻ ചൂണ്ടയിൽ അടുത്ത എരേനെ വെച്ച് ഓരോ സ്ഥലത്ത് മാറി മാറി നിന്ന് ചൂണ്ടയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് മീനും വന്നില്ല, ഒരു കുന്തവും വന്നില്ല. ഈ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് ഇത് സംഭവിച്ചത്. പിടിച്ച് നീ ഇത്ര കർച്ചൊന്നുമില്ല എന്തായാലും. ഇത് പൊട്ടാനായി. പൊട്ടി കുടുങ്ങിയത്. ചൂണ്ട പോയി. മീൻ പിടിക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത്, പക്ഷേ ഇതാ ചൂണ്ടയടക്കം പോയി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. മഴ പെയ്യാനായെന്നല്ല, മഴ പെയ്ത് കാർമേഘം നോക്കിയാട്ടെ. ഇനിയിപ്പോൾ ഷെൽട്ടറും കൂടെ നമ്മളില്ലെങ്കിൽ വീണ്ടും മഴ കൊള്ളേണ്ടി വരും. നമ്മൾ വിറകും മഴ കൊണ്ട് നമ്മളെങ്കിലും സേഫാകാൻ നോക്കാം. പക്ഷെ ഞാൻ ചൂണ്ടയെല്ലാം എടുത്ത് വെച്ച് ഷെൽട്ടർ കിട്ടാൻ വേണ്ടി ടെൻറ്റും എടുത്ത് നേരെ നമ്മളെ ക്യാമ്പ് സൈറ്റിലേക്ക് പോയി. അന്നേരമാണ് അവിടുത്തെ അവസ്ഥ ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കേണ്ടത്. മലേൻ്റെ മേലെ പെർഫെക്റ്റ് ഒരു സ്ഥലം കിട്ടി. പക്ഷെ ഇവിടെ ഫുൾ കാട്ടം. അതിൻ്റെ നടുക്കുമാണ് നമ്മൾ ടെൻ്റ് അടിച്ചെടുക്കാൻ. വേറെ ഓപ്ഷൻ ഇല്ല ഗൈസ്. ഉള്ളതിൽ വെച്ച് ബെസ്റ്റ് സ്ഥലം ഇതാണ്. അപ്പം അടിക്കുക. പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ ഞാൻ ലാസ്റ്റ് സർവൈവൽ കഴിഞ്ഞിട്ട് ഈ ടെൻറ്റ് തുറന്നിട്ടില്ല ഇതുവരെ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ജീവിയുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഇതെങ്ങനെയാണ് ഒന്നും കൂടെ വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് അറിയില്ല. ഒന്നും കൂടെ അതൊന്നും പഠിക്കേണ്ടി വരും. ഇതാന്ന് തോന്നുന്നു നമ്മളെ സർഫേസ്. ടെന്റ് അടിക്കാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു ഒരു ഓർമ്മ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ ഭാഗങ്ങളായിട്ട് വന്നപ്പോൾ മെല്ലെ മെല്ലെ എനിക്ക് ഐഡിയ കിട്ടി. നമ്മൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ടെന്റ് ഫുള്ളി സെറ്റപ്പ് ആക്കി. നമ്മളെ ടെന്റ് അങ്ങനെ ഫൈനലി സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പകുതി ഭാഗവും കൊക്കയും പകുതി ഭാഗം മാത്രമേ കിടക്കാൻ പറ്റുള്ള സിറ്റുവേഷൻ ഉള്ളൂ. ഞാൻ ഒറ്റക്കാണെങ്കിൽ സുഖം. നമ്മളെ ക്യാമറമാൻ എറണാകുളമുള്ളതുകൊണ്ട് അത്ര വലിയ സുഖമില്ല. പിന്നെ അതേപോലെ മലന്റെ മേലെ തണുപ്പുണ്ടായിന്. ഇതെന്ത് ചൂടാണ്. ഒരു AC കൂടെ വെക്കേണ്ട ഒരു ടെന്റിന്റെ ഉള്ളിൽ. ചൂടാണെങ്കിൽ ഉറങ്ങിപ്പോകും കേട്ടാ. നല്ല ചൂടുണ്ട്. സോ ഗൈസ് നമ്മളെ ടെന്റ് റെഡി ആയിട്ടുണ്ട്. ചൂട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നോക്ക്. കറക്റ്റ് ഡയറക്റ്റ് എൻ്റെ അണ്ണാക്കിലേക്ക് അടിക്കുന്ന സൂര്യൻ. രാത്രിയാകുമ്പോൾ പക്ഷേ പുഴൻ്റെ അടുത്താണ്ട് കാറ്റും തണുപ്പെല്ലാം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഷെൽട്ടർ നമ്മളെ ആദ്യം സെറ്റപ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു. അതാകുമ്പോൾ നമുക്ക് മഴ കൊള്ളേണ്ട പേടിക്കണ്ട. പിന്നെ വിറകെല്ലാം ഒരു ആവശ്യം ഉണ്ടാകണമെങ്കിൽ ഉള്ളിൽ വെക്കായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല. ഹോപ്പ്ഫുള്ളി ഇപ്പോൾ വെയിൽ കൊണ്ടിട്ട് വിറക് ഉണങ്ങി നമുക്കൊരു ഫുഡും കുക്ക് ചെയ്യാൻ പറ്റുന്നു വിചാരിക്കുന്നു. ആ ഒരു ഹോപ്പോടുകൂടി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഐലൻഡിൻ്റെ ഏറ്റവും എൻഡിൽ പോയിരുന്നത്. ഐലൻഡ് ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ സന്ധ്യാസമയത്ത് കാറ്റും കൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല സമാധാനമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം ഞാൻ ആടിയിരുന്നു. നമ്മളവിടെ ഇരിക്കുന്നതായിരുന്നു. വെറുതെ നോക്കുമ്പോൾ നല്ല മഴ. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ രണ്ടാളും ടെന്റ് കയറിയിട്ടുണ്ട്. നമ്മൾ വാട്ടർ പ്രൂഫ് സാധനമെല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ ഇത് ഭയങ്കര മഴ പെയ്താൽ താങ്ങുന്ന വാട്ടർ പ്രൂഫ് എന്നല്ല. ആണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇങ്ങനെ തൊട്ടാൽ കൈവെള്ളം വെള്ളമാകുന്നുണ്ട്. എത്ര നേരം നമുക്ക് ഇതിനുള്ളിൽ ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്നത്തെ സർവൈവിങ് ഭയങ്കര സർവൈവിങ് ആയിപ്പോയി ഗൈസ്. ഞാൻ ഇതുവരെ ഇത്രക്ക് കഷ്ടപ്പെട്ടിട്ടില്ല. മൊത്തത്തില് പണിയായി. നേരത്തെ പെയ്ത മഴയിൽ നമ്മൾ വിറക് തന്നെയല്ലോ. അത് എങ്ങനെയെങ്കിലും എല്ലാം നേരത്തെ വെയിൽ ഉണങ്ങുന്ന വിചാരിച്ചു. പക്ഷേ ഇതിപ്പം പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട്. എന്താവെന്ന് അറിയില്ല. മൊത്തത്തിൽ പോയി ഗൈസ്.
മഴയുടെ ശക്തി ഇപ്പോൾ കുറേ മഴ ഇപ്പം തീരും അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയം മൊത്തം എൻ്റെ മൈൻഡിൽ നമ്മൾ വിറക് ഒരു കാരണവശാലും നനരുതേത് മാത്രമായിരുന്നു. മഴയാണെങ്കിൽ വിട്ടുതരുന്നുമില്ല. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആ കോരി ചൊരിയുന്ന മഴ നിന്നത്. മഴ പോയേ എന്താ അവസ്ഥ നോക്കട്ടെ. ഈ വാട്ടർ പ്രൂഫ് സാധനം മൊത്തം തന്നെ ബാക്കിലും വെള്ളത്തിന് ആ വിറകിൻ്റെ എല്ലാ അവസ്ഥ എന്താ അല്ല തുറന്ന പാട് കാണാം. എല്ലാം വീണ്ടും പോയി ഗൈസ്. നമ്മള് പ്ലാസ്റ്റിക് ഇതെല്ലാം ഇതിന്റെ മേലെ ഉണ്ടായ എല്ലാത്തിന്റെ മേലെ ടൈൽസിലും വെച്ച് നല്ല കാറ്റടിച്ചെന്ന് തോന്നുന്നു. എല്ലാം പോയി, എല്ലാം നനഞ്ഞ്. ഉള്ളിൽ ഭാഗത്തിന് വലിയ നനവ് വന്നിട്ടില്ല. ഇനിയൊരു അതേപോലത്തെ ഒരു മഴ പെയ്താൽ മിക്കവാറും ഉള്ളിലെത്താൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? നമ്മൾ സർവൈവിങ് ഏകദേശം പാളി. 24 മണിക്കൂർ വേണമെങ്കിൽ ഇവിടെ നിൽക്കുക. പക്ഷേ നമുക്ക് പറ്റി ഇനി ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റും. 100% ഉറപ്പാണ് എനിക്ക്. നമുക്ക് ഒരു ടാസ്കും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം എങ്ങനെ കത്തിക്കാനാ? ഒരു മഴ പെയ്തപ്പോൾ ഞാൻ പോട്ടേന്ന് വെച്ച് നമ്മൾ വെയിലത്ത് ഉണക്കി നല്ല ഹോപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ കത്തിക്കാന്ന്. പക്ഷെ ഇനിയിപ്പോൾ നടക്കൂല ഗൈസ്. എന്താക്കുന്ന അറിയില്ല. സർവൈവിങ് ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്താക്കുമെന്ന് അറിയാണ്ട് വല്ലാണ്ട് ടെസ്റ്റ് പഠിച്ച് ഞാൻ വീണ്ടും ആ ഐലൻഡിൻ്റെ അറ്റത്ത് പോയി നിന്ന് കുറേ നേരം ആലോചിച്ചതിന് ശേഷം ഐ മേഡ് എ ഡിസിഷൻ. നമ്മൾ ഈ ഒരു സർവൈവിങ് ചാലഞ്ചിൻ്റെ മെയിൻ പാർട്ട് നമ്മൾ ടാസ്ക്സ് കംപ്ലീറ്റ് ചെയ്യലാണ്. ഇനി നമുക്ക് രാത്രി ആകെയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് കുക്ക് ചെയ്യില്ല. നമുക്കറിയാലോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ now. നമുക്ക് നമ്മൾ വിറകെല്ലാം തന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പം വെറുതെ രാത്രി ഇവിടെ ഇന്ന് നേരം വെളുപ്പിക്കുന്നതിനെ കാട്ടി നല്ലത് ഇവിടെ നമ്മൾ ഡിഫീറ്റ് ഏറ്റുവാങ്ങി വീട്ടിലേക്ക് പോകുന്നതാണ്. ഞാൻ അങ്ങനെ യൂഷ്വലി നമ്മളെ ചാലഞ്ചസ് ഒന്നും ഫെയിൽ ആവാറില്ല. ഇതിൻ്റെ മുമ്പേ നമ്മൾ ചലഞ്ച് ചെയ്ത എല്ലാം സക്സസ് ആയിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെ കുറേ ആൾക്കാർ ഡിസപ്പോയിൻറ്റഡ് ആക്കിയെന്നറിയാം. ബട്ട് ഡോണ്ട് വറി, നമ്മൾ എന്തായാലും ഒരു 50 hours സർവൈവിങ് ഇൻ ആൻ ഐലൻഡ് ചെയ്യുന്നതായിരിക്കും ഇതിനെക്കാട്ടിയും എക്സ്ട്രീം ആയിട്ട്. സോ നല്ല ഏതെങ്കിലും ഒരു ഐലൻഡ് സർവൈവ് ചെയ്യാൻ ടാസ്ക് ഉള്ളതുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ആൻഡ് അല്ലെങ്കിൽ DM ഇൻസ്റ്റാഗ്രാമിൽ. നമ്മൾ തോറ്റ് അത്രയേ ഉള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.